അധിക നികുതി ഭാരം കുറയ്ക്കണമെന്നതുൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് വീണ്ടും സമരം നടത്താൻ ഒരുങ്ങി ഫിലിം ചേംബർ. മന്ത്രി സജി ചെറിയാന് കത്ത് നൽകി. മന്ത്രി നൽകിയ ഉറപ്പിലാണ് സിനിമാ സമരം പിൻവലിച്ചതെന്നും ഇനി തീരുമാനമുണ്ടായില്ലെങ്കിൽ ജൂലൈ 15-നകം സൂചനാ പണിമുടക്ക് നടത്തുമെന്നും ഫിലിം ചേംബർ. ഓഗസ്റ്റിലെ സിനിമാ കോൺക്ലേവ് ബഹിഷ്കരിക്കാനും തീരുമാനം. സൈഫുനിസ അലിയാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. സൈഫുനിസ, ഫിലിം ചേംബർ കടുത്ത തീരുമാനത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. മന്ത്രിക്ക് നൽകിയ കത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്? ഒപ്പം സിനിമാ കോൺക്ലേവ് ബഹിഷ്കരിക്കുവാനുള്ള കടുത്ത തീരുമാനവും ഉണ്ടായിരിക്കുകയാണ്. എന്തൊക്കെയാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ? ലക്ഷ്മി പത്മ, ഫിലിം ചേംബർ ഇന്നലെ ചേർന്ന യോഗത്തിൽ എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി സജി ചെറിയാൻ ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത്. ജൂൺ 1 മുതൽ പ്രഖ്യാപിച്ച സിനിമാ സമരം മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിൽ മാർച്ച് 16 നടത്തിയ ചർച്ചയ്ക്ക് ശേഷമായിരുന്നു സിനിമാ സംഘടനകൾ പിന്നോട്ട് പോയത്. ആ സമരത്തിൽ നിന്ന് 45 ദിവസത്തിനകം തീരുമാനം എല്ലാം പരിഹരിക്കാം. അതായത് പ്രധാനമായും വിനോദ നികുതിയും GSTയും ഈടാക്കുന്നു. ഇരട്ട നികുതി ഒഴിവാക്കണമെന്നും ഒപ്പം തന്നെ സിനിമകൾ തിയേറ്ററുകളിലെ വൈദ്യുതി നിരക്ക് ഏകീകരിക്കണമെന്നുമുള്ള ആവശ്യങ്ങളായിരുന്നു സിനിമാ സംഘടനകൾ പ്രധാനമായും മുന്നോട്ട് വെച്ചിരുന്നത്. ഇതിൽ 45 ദിവസത്തിനകം തീരുമാനം അറിയിക്കാമെന്നായിരുന്നു മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്. എന്നാൽ ആ 45 കഴിഞ്ഞപ്പോൾ നാളേക്ക് 100 ദിവസം ആവുകയാണ് മന്ത്രിയുടെ ഉറപ്പ് പറഞ്ഞിട്ട്. പക്ഷെ ഇതിനകത്ത് ഇതുവരെ മന്ത്രിയോ അല്ലെങ്കിൽ സർക്കാരോ ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും തയ്യാറാവുകയോ അല്ലെങ്കിൽ ചർച്ചയ്ക്ക് ക്ഷണിക്കുകയോ ചെയ്യാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ സൂചനാ സമരത്തിലേക്ക് പോകാൻ ഫിലിം ചേംബർ തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ജൂലൈ 15-നകം പണിമുടക്ക് നടത്തും, സൂചനാ പണിമുടക്ക് നടത്തുമെന്നാണ് ഇപ്പോൾ ഫിലിം ചേംബർ സർക്കാർ നൽകിയിരിക്കുന്ന കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ജൂണിൽ സൂചനാ സമരം നടത്താൻ തീരുമാനിച്ചപ്പോഴും സർക്കാർ നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് ഇതിൽ നിന്ന് പിന്നോട്ട് പോയത്. അതുകൊണ്ട് ഇനി സമരമല്ലാതെ മറ്റു മാർഗമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഫിലിം ചേംബർ കത്ത് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ കടുത്തൊരു തീരുമാനം ഓഗസ്റ്റിലെ സിനിമാ കോൺക്ലേവ് ബഹിഷ്കരിക്കുമെന്നും ഫിലിം ചേംബർ അറിയിച്ചിരിക്കുകയാണ്. സിനിമാ നയ രൂപീകരണത്തിനായി വിളിച്ചു ചേർക്കുന്ന കോൺക്ലേവാണ്. സിനിമാ സംഘടനകളെല്ലാം തന്നെ പങ്കെടുക്കുകയും ചെയ്യും. പക്ഷേ അതിൽ നിന്ന് പിന്മാറാൻ ഇപ്പോൾ ഫിലിം ചേംബർ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ കത്തിന് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരുന്ന മറുപടിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി ഫിലിം ചേംബർ മറ്റു നടപടികളിലേക്ക് നീങ്ങുക. ഫിലിം ചേംബർ സിനിമാ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒപ്പം സർക്കാരിന്റെ അഭിമാന പ്രോജക്റ്റായ ഈ കോൺക്ലേവ് ബഹിഷ്കരിക്കും എന്നും പറഞ്ഞിരിക്കുന്നു, മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. സൈഫുനിസ അലിയാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.